കേരളം എന്ന സംസ്ഥാനത്തെ മറ്റൊരു സംസ്ഥാനമായിട്ട് താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, സാമൂഹ്യമായ മറ്റു മാറ്റങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് നൽകുന്ന ബഹുമാനത്തിൻ്റെ ഏതൊരു മനുഷ്യനാണെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു പരസ്പര സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടാവും. അത് കേരളം വിട്ടുകഴിഞ്ഞാൽ, കേരളം അത് ഭയങ്കരമായി മുന്നിലാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്ഥലം കേരളമാണ്. മറ്റു സ്ഥലങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണാൻ പറ്റില്ല. മറ്റൊരു മഹാഭാരതത്തിലെ ആദ്യത്തെ സ്റ്റോറി തമിഴ്നാട്ടിലെ കാശി എന്ന് പേരുള്ള ഒരു ഇരുളൻ ആദിവാസി, ഒരു ഇരുള മനുഷ്യൻ്റെ കഥയാണ്. ഒരു ദിവസം മാതൃഭൂമിയുടെ ചെന്നൈ ഓഫീസിൽ ഞാനിരിക്കുമ്പോൾ വൈകിട്ട് ഇരിക്കുമ്പോൾ വാട്സപ്പിൽ ഒരു ചിത്രം കണ്ടു. ഒരു മെലിഞ്ഞ് ഭയങ്കരമായി ഭക്ഷണം കഴിക്കാതെ എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ വല്ലാതെ വിഷമിച്ചൊരു മനുഷ്യൻ, ഉദ്യോഗസ്ഥരെന്ന് നമുക്ക് ഫീൽ ചെയ്യും ചുറ്റുമുള്ള ആളെ കാണുമ്പോൾ. അങ്ങനെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളുടെ കാലിലേക്ക് വീണ് കിടക്കുകയാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു കുപ്പായൊന്നും ഇടാത്ത ഒരാൾ. ആ ചിത്രം എവിടുന്ന് എന്ന് അന്വേഷിച്ചപ്പോഴാണ് അത് ചെന്നൈക്ക് 100 കിലോമീറ്റർ അപ്പുറത്തുള്ള കാഞ്ചീപുരം, അവിടുത്തെ പെരിയ കരിമ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലെ കാഴ്ചയാണ്. കാഞ്ചീപുരം നമുക്കൊക്കെ അറിയുന്നത് പട്ടിൻ്റെ പേരിലാണ്. ഭയങ്കര രസമുള്ള സാരി കിട്ടും, പട്ടുസാരി കിട്ടും കാഞ്ചീപുരം. അതിനപ്പുറത്ത് മനുഷ്യർ അതിഭീകരമായി ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് കാഞ്ചീപുരം എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ആ ചിത്രത്തിൽ നിന്നാണ്. അവിടെ പോയി നോക്കുമ്പോൾ കാശിയുടെ ഒരു 10-25 അംഗങ്ങളടങ്ങിയ കുടുംബം, സമ്പൂർണ്ണമായി നടരാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുതലാളി, ജാതിയിൽ മുന്തിയത് എന്ന് അവർ അവകാശപ്പെടുന്ന ഒരു ജാതിയിൽ അംഗമാണ്. അപ്പം അങ്ങനെ ഉള്ള നടരാജൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ കാശീൻ്റെ കുടുംബത്തെ ആകെ അടിമ തൊഴിലാളികളാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന കാലത്ത് അടിമത്തൊഴിലിനെ കുറിച്ച് നമ്മളൊക്കെ ഒരുപക്ഷെ പത്രത്തിൽ വായിച്ച, അല്ലെങ്കിൽ പത്രത്തിലല്ല ഏതെങ്കിലും പുസ്തകത്തിൽ വായിച്ച അറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോഴും ഇത് നടക്കുന്നു എന്നുള്ളതാണ്, യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ കാശിനെ നമുക്ക് മറ്റൊരു മഹാഭാരതത്തിൽ കാണാം. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ സമയത്ത് എൻ്റെ മേലധികാരി എന്നോട് ആ പ്രാണപ്രതിഷ്ഠ റിപ്പോർട്ട് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞപ്പോൾ സത്യമായി എനിക്ക് ചെറിയൊരു വിയോജിപ്പ് അതിലുണ്ടായിരുന്നു, അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുന്നത്. കാര്യം ഒരു അനീതിയാണ് നടക്കുന്നത്. അപ്പം അനീതിക്ക് ഞാൻ നേരിട്ട് പോയി സാക്ഷിയാകേണ്ടതുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പോകാൻ നിശ്ചയിക്കുന്നു. കാര്യം എന്ത് പറയുകയാണെങ്കിൽ അതൊരു ചരിത്ര സംഭവമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ എല്ലാ കാലത്തും അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു സംഭവമായിരുന്നു നടന്നത്, അന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ പോയി ഞാൻ കാണുന്ന കാഴ്ചകൾ, ബാലരാമനെ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങിനപ്പുറത്തേക്ക് ആ പ്രതിഷ്ഠാ ചടങ്ങിന് വേണ്ടി പൊളിച്ച 100 കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. ഒരു ക്ഷേത്രം സ്ഥാപിക്കാൻ വേണ്ടി അയോധ്യയിലെ രാമക്ഷേത്രത്തിന് പുറത്തുള്ള പല ക്ഷേത്രങ്ങൾ പൊളിച്ചു, വീടുകൾ പൊളിച്ചു. ഒരു വികസനം എന്നൊക്കെ അതിനെ വേണ്ടി ബാധിക്കുന്നവർക്ക് പറയാം, അയോധ്യ എന്ന് പറഞ്ഞിട്ടുള്ള നഗരത്തിൻ്റെ വികസനം സാധ്യമായി നോക്കാം. പക്ഷേ ആ വികസനം സാധ്യമാകുമ്പോൾ പൊളിച്ചു കളഞ്ഞത് 100 കണക്കിന് പാവപ്പെട്ടവരുടെ വീടും കടകളും ഒക്കെയാണ്. ഇവിടെ ഭൂമി ഏറ്റെടുത്തപ്പോൾ റോഡ് വന്നല്ലോ, നമ്മുടെ ദേശീയപാത വികസനം വന്നല്ലോ. ഭൂമി ഏറ്റെടുത്തപ്പോൾ ഒരാൾക്ക് പോലും ആക്ഷേപമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാരിസ്ഥിതിക ആഘാതമൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഭൂമി ഏറ്റെടുത്ത ഒരു മനുഷ്യനും ഒരു പ്രശ്നമല്ല. കാര്യം കൈ നിറയെ പൈസ കിട്ടിയിട്ടുണ്ട്. അവരൊരാൾക്ക് സ്ഥലം വിറ്റാൽ അവർക്ക് ലഭിക്കുമായിരുന്നതിനേക്കാൾ കൂടുതൽ പണം ലഭിച്ചിട്ടുണ്ട്. 2013 ഭൂമി ഏറ്റെടുക്കുന്ന നിയമപ്രകാരമാണ് ആ പണം കൊടുത്തിട്ടാണ് അത് ഏറ്റെടുക്കുന്നത്. പക്ഷെ അവിടെ 5-10 സെൻറ്റ് ഏറ്റെടുത്ത മനുഷ്യനും 2 ലക്ഷമോ 3 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അവർക്ക് വേറെ വീട് വാങ്ങി താമസിക്കാനുള്ള പൈസ അതില്ല. നിലവിൽ ബാക്കിയുള്ള 1-2 സെൻറ്റ് സ്ഥലത്ത് വീട് വെക്കാനുള്ള പൈസ ഇല്ല. കാരണം അവിടെ സെൻറ്റിന് 1 കോടി രൂപയായിട്ട് സ്ഥലത്തിൻ്റെ മൂല്യം കൂടിയിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ 1 കോടി രൂപയ്ക്കാണ് സ്ഥലം വാങ്ങിയത്. പക്ഷേ അവിടെ ഏറ്റവും പാവപ്പെട്ട രാധയ്ക്കോ അല്ലെങ്കിൽ കൃഷ്ണനോ ഒന്നും വീട് വാങ്ങാൻ പറ്റില്ല, പൈസ ഇല്ല, ഗവൺമെൻറ് കൊടുക്കുന്നില്ല. അപ്പോൾ ആ വാർത്തയാണ് മറ്റൊരു മഹാഭാരതം, ആ കാഴ്ചയാണ് മറ്റൊരു മഹാഭാരതം കണ്ടത്. ഈ ക്ഷേത്രം പണിതതിൻ്റെ 18 കിലോമീറ്റർ അപ്പുറത്ത് പള്ളി നിർമ്മിക്കാൻ വേണ്ടി സുപ്രീം കോടതി നിർദ്ദേശിച്ച സ്ഥലമുണ്ട്. പള്ളി നിർമ്മിക്കാൻ പറഞ്ഞ സ്ഥലത്ത് ഒരു കല്ലിൻ്റെ കഷ്ണം പോലും കൊണ്ട് വെച്ച് ഇട്ടിട്ടില്ല. ഇന്ത്യ ഇന്ന് സഞ്ചരിക്കുന്ന അതിഭയങ്കരമായ അനീതി അയോധ്യയിൽ പോയപ്പോൾ കാണാൻ പറ്റി. അതാണ് മറ്റൊരു മഹാഭാരതത്തിലുള്ളത്. ഇങ്ങനെ ദേശീയ മാധ്യമം എന്ന് ഞാനും പറയാറില്ല, ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങൾ, ആ ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങൾ കാണാത്ത, മലയാളം മാധ്യമങ്ങളിൽ പലതും കാണാത്ത, പേടി കൊണ്ട് കൊടുക്കാത്ത ഒരുപാട് വാർത്തകൾ മാതൃഭൂമി ഈ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്.
അതിൻ്റെയും ഉള്ളിലേക്ക് നടന്നുള്ള സഞ്ചാരമാണ് മറ്റൊരു മഹാഭാരതം. അതുകൊണ്ട് മറ്റൊരു മഹാഭാരതം നന്നായി വായിക്കപ്പെടണം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്.